ഞാൻ വന്ന് കയറിയ സ്ഥലം ഇവിടെയാണ് കേട്ടോ. ഇവിടെ തറവാട് ഈ മുറ്റത്താണ് ഞാൻ വന്നറിയും. പിന്നെ ഈ ആദ്യത്തെ തറവാടിൻ്റെ മുറ്റമാണ് ഇവിടെ. തറവാട് ആദ്യത്തെ പേരൊക്കെ പൊളിച്ച് കണ്ടപ്പോൾ പുതിയ വീടെടുത്തതാണ്. വീടിൻ്റെ ഉള്ളൊന്നും എടുത്തിട്ടില്ല, പുതിയ വീടാണ്, ഇല്ലാതായിട്ടില്ല, താമസാക്കിയിട്ട്. ഇവിടെയൊക്കെ കാണാൻ നല്ല മട്ടുണ്ട്, ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. രാവിലെ തന്നെ ഒരു ഇടിച്ചക്കൊക്കെ ഇട്ടുകാണ്ട് അതുകൊണ്ടൊരു ഇറച്ചി വെക്കണ മാതിരിക്ക് ബീഫ് വരട്ടണം അതേപോലെ ഒരു വരട്ടുണ്ടാക്കട്ടെ. തൊലി കളഞ്ഞ് ചെറുതാക്കി നുറുക്കിയിട്ട് ഇറച്ചിക്കിടുന്ന അതേപോലെ മല്ലിമുളകും മഞ്ഞളും ഒക്കെ ഇട്ടുകൊണ്ട് എല്ലാ മസാലയും വെളുത്തുള്ളിയും പെരുംജീരകവും കറിവേപ്പും കാന്താരിമുളക് ചതച്ചതും കണ്ടിട്ട് കണ്ട് കുക്കറിലിട്ടിട്ട് 2 വിസിലടിപ്പിക്കട്ടെ. വെള്ളം അധികം ഒഴിക്കരുത് കേട്ടോ. ഇത് വേഗം വേകുന്ന സാധനമല്ല ഇടിച്ചക്ക. 2 വിസിൽ, 1 വിസിലിന് തന്നെ വേകും. ഞാൻ 2 വിസിലടുപ്പിക്കാം. ഇറച്ചി വരട്ടണം അതേപോലെ എല്ലാ മസാലയും ഇട്ടു. തക്കാളി ഇട്ടിട്ടില്ല എന്നുള്ളൂ കേട്ടോ, തക്കാളി ഒന്നും വേണ്ട. ചെറിയൊരു കപ്പ് വെള്ളം ഏറിയാൽ ഒരു രസം കിട്ടൂല. ഈ മസാലയൊക്കെ എല്ലായിടത്തും ആകുന്നത് പോലെ ഒന്ന് പാത്രം കൊണ്ട് തന്നെ ഒന്ന് പിടിച്ച് കുടഞ്ഞ് എല്ലാ ഭാഗത്തേക്കും എത്തിച്ചിട്ട്, അല്ലെങ്കിൽ ഇനി കൈ കൊണ്ട് കുഴച്ചാലും മതി കേട്ടോ. 2 വിസിലടുപ്പിക്കാം. അപ്പം നമ്മൾ ചക്കയൊക്കെ വിസിൽ വന്ന് കണ്ട് ഇവിടെ വെന്ത് നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ 4 പപ്പടം പൊരിക്കട്ടെ. എന്നിട്ട് ഈ ചട്ടിയിലാണ് വറവിടാൻ, എണ്ണയിൽ തന്നെ. നമുക്ക് പിന്നെ എന്തൊരു പരിപാടിക്ക് പോകാണ്ട് കേട്ടോ. നമ്മൾ അയൽവക്കത്ത് മരിച്ച അതിൻ്റെ ആടിയാന്തരാണെന്ന് 7 അതിന് പോകണം. അപ്പോൾ കുറച്ച് ഉപ്പേരിയും പപ്പടം പൊരിച്ച് വെച്ചിട്ട് പോരാത്തോലുണ്ട് ഇവിടെ, പ്രസവിച്ചെടുക്കണോല്. ഓൽക്കൊരു താളിപ്പും ഉപ്പേരിയും പപ്പടമൊക്കെ ഉണ്ടാക്കിയിട്ടാണ്. പിന്നെന്താ, എല്ലാവർക്കും സുഖമല്ലേ? വീഡിയോ ഒക്കെ എല്ലാവരും മുഴുവനായി കാണണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് സബ്സ്ക്രൈബൊക്കെ ചെയ്യണേ. ഇപ്പോൾ ഇടിച്ചക്ക സീസണല്ലേ. ഇടിച്ചക്ക എല്ലാവരും ഒന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കി. ഇടിച്ചക്ക എത്ര കോലത്തിലുണ്ടാക്കാം. ഈ കോലത്തിൽ ഒന്ന് ഇറച്ചി വരട്ടും പോലെ ഒന്ന് വെച്ച് നോക്കി. വേറൊരു കറിയും കൂട്ടാനും വേണ്ട, അത് മാത്രം മതി ചോറുണ്ടാൻ. നല്ല ടേസ്റ്റ്. പിന്നെ ഇതാ ഞാൻ വറവിടുന്നത് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും വെളിച്ചെണ്ണയും. പോരാത്തത് പപ്പടം പൊരിച്ച വെളിച്ചെണ്ണയിൽ വറവിട്ട എല്ലാത്തിനും വേറെ അത്ര പ്രത്യേക ടേസ്റ്റാണ്. വേപ്പിൻ്റെ ഇല കറി വറ്റൽമുളകൊക്കെ ഇട്ടുണ്ട് കേട്ടോ. നല്ല തലോ വറ്റി അടിയിലൊന്നും പിടിക്കാതെ നല്ലത് വേണ്ടത് കേട്ടോ. ഇറച്ചി പോലെ ചക്ക അങ്ങനെ നല്ല ബീഫ് വെക്കണ മാതിരിക്ക് വെച്ചക്കതാ ഞാനൊന്ന് വെച്ച് നോക്കി. നമ്മൾ പരിപാടിക്ക് പോവുകയാണ്. 10 മണിക്കാണ് പരിപാടി. വീഡിയോ എങ്ങനെ ഡായും ചെയ്ത് العالمين على وعليه قد سلمنا.
من اليسير سقاوة محمدي وله الوسيلة والفضيلة والعلا ومقامه المحمود يوم الموعد أوصافه ما ينتهي تعدادها فالمدح يقصر عن بلوغ المقصد الله ولي نعم الولي صلوا على هذا النبي محمد يا سيد السادات جئتك قاصدا أرجو حماك فلا تخيب مقصدي قد حل بما قد علمت من